കണ്ണൂരിലും കനത്ത മഴ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടും ഉച്ചയ്ക്ക് 2 മണിവരെ സ്കൂൾ പ്രവർത്തിക്കുമെന്ന് കാട്ടി ചിന്മയ സ്കൂൾ പ്രിൻസിപ്പാളുടെ സന്ദേശം. സ്കൂൾ പ്രവർത്തിക്കുന്നത് അന്വേഷിക്കാൻ കളക്ടറുടെ നിർദ്ദേശം. മനോജ് മയിൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, സ്കൂൾ ഉച്ചവരെ പ്രവർത്തിക്കണമെന്നാണോ പ്രിൻസിപ്പൽ പറയുന്നത്? കുട്ടികൾ ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു നിലവിലുള്ള സ്ഥിതി? ോടുകൂടിയാണ് കളക്ടർ പി വിഷ്ണുരാജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. അതിശക്തമായ മഴ മുന്നറിയിപ്പ് വന്നതോടുകൂടിയാണ്. അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിക്ക് ശേഷമാണ് അതിതീവ്ര മഴ, റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് രാവിലെ 8:15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കർശനമായ ഒരു അവധി നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ ചാലക്കുന്നിലെ ചിന്മയ വിദ്യാലയം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ക്ലാസുകൾ നടക്കുന്നില്ല, പക്ഷെ കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അധ്യാപകർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രിൻസിപ്പാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. പകരം ഒരു മാനേജ്മെന്റ് പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ചന്ദ്ര ബാലിക എന്നയാൾ പറയുകയും നിങ്ങളാരാ ഇതൊക്കെ അന്വേഷിക്കാൻ എന്ന ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അതായത് കളക്ടറുടെ നിർദ്ദേശം എന്ന് പറയുന്നത് സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിയാലും ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ വിടണം എന്ന് തന്നെയാണ് കളക്ടറുടെ നിർദ്ദേശം. ഇതിൽ ഏതെങ്കിലും വിദ്യാലയങ്ങൾക്ക് ഇളവ് അനുവദിച്ചിട്ടില്ല എന്നും കളക്ടറുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഞങ്ങൾ കളക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ പറഞ്ഞത് ഈ വിഷയം, ചിന്മയ വിദ്യാലയം പ്രവർത്തിക്കുന്ന വിഷയം അന്വേഷിക്കും എന്ന് കളക്ടർ പി വിഷ്ണുരാജ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഇങ്ങനെ വിദ്യാലയം പ്രവർത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം ഈ പ്രിൻസിപ്പളോട് ചോദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സ്കൂൾ രാവിലെ 8:15 വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ആ സമയമാകുമ്പോഴേക്കും രാവിലെ 8 മണിക്കൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. അവിടത്തേക്ക് കുട്ടികൾ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു അവധി പ്രഖ്യാപിക്കുന്നത്, നേരത്തെയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചാൽ ആ വിദ്യാലയം വിടുകയാണ് പതിവ്. പക്ഷേ ചിന്മയ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ചെയ്തത് ഉച്ചയ്ക്ക് 2 മണി വരെ സ്കൂൾ പ്രവർത്തിക്കും എന്ന് കാട്ടിക്കൊണ്ടുള്ള ഒരു സന്ദേശം രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 2 മണി വരെ ഈ വിദ്യാലയം തുറന്നു പ്രവർത്തിക്കും എന്ന ഒരു ധിക്കാരപരമായ ഒരു സമീപനമാണ് ചിന്മയ സ്കൂളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം നമ്മൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതിന് തയ്യാറാകാതെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങോട്ട് സംസാരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഞങ്ങളും അവരുടെ പ്രയാസം എന്താണ്, ഇങ്ങനെ 8 മണിക്ക് ശേഷമൊക്കെ അവധി പ്രഖ്യാപിക്കുമ്പോൾ സ്കൂൾ വിടാൻ കഴിയാത്ത സാഹചര്യമുണ്ടല്ലോ എന്ന കാര്യം, അത് എന്തൊക്കെയാണ്, അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന കാര്യം അറിയാൻ വേണ്ടിയാണ് പ്രിൻസിപ്പളെ കാണാൻ ശ്രമിച്ചത്. പക്ഷേ അതിന് അനുമതി കിട്ടിയില്ല. മാത്രമല്ല മാനേജ്മെന്റ് പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ചന്ദ്ര ബാലിക എന്നയാൾ ഞങ്ങളോട് നിങ്ങളാരാ ഇതൊക്കെ അന്വേഷിക്കാൻ എന്ന ഒരു ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ട്. കാരണം ഇതിൽ മറ്റൊരു സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. സ്കൂൾ വിട്ടാൽ ഈ കുട്ടികൾ എത്തുമ്പോൾ അവിടെ രക്ഷിതാക്കൾ വീട്ടിൽ ഉണ്ടാകാത്ത സ്ഥിതി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഒരു സംവിധാനമാണ് നമ്മൾ അതിതീവ്രമായ ഒരു മഴ കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നു. ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാതെ തങ്ങളുടെ സ്വന്തം നിലയിലുള്ള ഒരു തീരുമാനം എടുത്ത് ഒരു വിദ്യാലയം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിനെതിരായ ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാരൊക്കെ ഉണ്ട്. എന്തായാലും എന്താണ് ഇവർ പറയുന്നത്, എന്താണ് ഇപ്പോൾ? നമ്മളൊക്കെ രാവിലെ 7:15 മുതൽ ഇങ്ങോട്ട് സ്കൂളിലേക്ക് കുട്ടികളെയും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഒരു 8:15 അവധികളൊന്നും നമ്മളറിയില്ല. അപ്പോൾ ഭൂരിപക്ഷം വണ്ടികളും ഇവിടെ എത്തിയിട്ടുണ്ടേനും ആദ്യം വിടുന്നത്. അപ്പോൾ സ്കൂളുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡ്രൈവർമാർക്കും ഒന്നും ഇവിടെ എത്തിയാൽ പിന്നെ ഒരു 2 മണി വരെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ ഇറക്കുമായിരുന്നു. നമ്മൾ അതിനുശേഷം 9 മണിക്ക് ക്ലാസ് കൊടുക്കുന്ന കുട്ടികളുണ്ട്. അവരും ഒരു 8:30, 8:45 കഴിയുമ്പോൾ എല്ലാവരും എത്തിന്. പിന്നെ വണ്ടി ഓട്ടത്തിലാകുമ്പോൾ മെസ്സേജുകളൊന്നും കാണാനൊന്നും പറ്റില്ല. എല്ലാവരും സ്കൂളിൽ എത്തിയിട്ടാണ് കുറേ ആൾക്കാർ അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ എത്തി.
ഇവിടുന്ന് കുറച്ച് ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട്, തലശ്ശേരി എന്നെല്ലാം വന്നത്. പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇത്ര മണി വരെ 2 മണി വരെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി എപ്പോൾ വിടുമെന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഈ അവധി പ്രഖ്യാപിക്കുന്നത് വൈകുന്നതാണ് പ്രശ്നം അല്ലേ? അതാണ് പ്രശ്നം. അവധി പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് ഓട്ടത്തിലൊന്നും മൊബൈലൊന്നും നോക്കി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ എത്താനാകുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ ചിന്മയ വിദ്യാലയം ഒഴികെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളെ വിട്ടു വീട്ടിലേക്ക്. ഇവിടെ മാത്രം അതുണ്ടായില്ല. അതെന്താണെന്ന് അന്വേഷിച്ചിരുന്നു? അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ സ്കൂളുണ്ട് എന്നുള്ള വിവരം കിട്ടി. നമ്മളിവിടെ കുട്ടികളെ ഇറക്കി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. 2 മണി വരെ നിൽക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 മണി വരെ അല്ലാതെ എത്ര മണിക്കാണ് സ്കൂൾ വിടാറ്? സാധാരണ ശനിയാഴ്ചകളിൽ 3 മണി വരെയും മറ്റുള്ള ദിവസങ്ങളിൽ 3:40 വരെയാണ് സ്കൂൾ ടൈം. ഇന്ന് 9th മുതൽ കുട്ടികൾക്ക് 8 മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങും. 8 മണിക്കല്ല, 8:15. 8 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ എല്ലാവരും എത്തി, കുട്ടികളെല്ലാം എത്തി. അന്നേരമാണ് ഏകദേശം എല്ലാവരും അറിയുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ലല്ലോ. സ്കൂൾ അധികൃതർ നമ്മൾ അറിഞ്ഞതിന് ശേഷം ഇവരെ അറിഞ്ഞിട്ടുണ്ടാവുക ശരിക്കും. അങ്ങനെയല്ലായിരിക്കും. ഭക്ഷണമൊക്കെ ഉണ്ട് ഇവിടെ? ഭക്ഷണം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പം അതും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയല്ലാന്ന് പറഞ്ഞത്. ഭക്ഷണത്തിൻ്റെ പ്രശ്നം തന്നെയാണ് കാരണം. അതന്നെ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ, അതായത് ഡ്രൈവർമാരൊക്കെ പറയുന്നത് ഈ അവധി പ്രഖ്യാപിക്കുന്നത് അല്പം കൂടി നേരത്തെ ആയാൽ സൗകര്യമായിരുന്നു എന്നാണ്. പക്ഷേ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് റെഡ് അലേർട്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുന്നത്. ഇന്നലെയൊക്കെ യെല്ലോ, അതിനുശേഷം ഓറഞ്ച് അലേർട്ട്, അതും മുഴുവൻ സമയം ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കളക്ടർക്കും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു സംവിധാനമുണ്ട്. എങ്ങനെ പെട്ടെന്ന് അവധി പ്രഖ്യാപിക്കുക കളക്ടർക്കും സാധ്യമല്ല. അതിനൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്. അവരൊക്കെ കൂടിയാലോചന നടത്തി അതിനുശേഷമേ അവധി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അവധി പ്രഖ്യാപിക്കുന്നതും ഇന്നലെ തന്നെ ആകാമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ധിക്കാരപരമായ ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് കൊണ്ട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് തന്നെ ഈ കാര്യം ഞങ്ങൾ കളക്ടറെയും അറിയിച്ചിട്ടുണ്ട്. കളക്ടർ പറഞ്ഞത് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ വിദ്യാലയങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി 8:15 അവധി പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ നേരത്തെ തന്നെ തയ്യാറാക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ 8 മണിക്ക് അതിനു മുമ്പ് ഒക്കെ തന്നെ വിദ്യാലയങ്ങളിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഇങ്ങനെ വേസ്റ്റായി പോകുന്ന സാഹചര്യം, അങ്ങനെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചിന്മയ വിദ്യാലയത്തിന് മാത്രമായി എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മറ്റ് സ്കൂളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും കളക്ടറുടെ ഈ അവധി പ്രഖ്യാപനം വന്നതോടുകൂടി സ്കൂളുകളിൽ എത്തിയ കുട്ടികളോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അതിൻ്റെ സന്ദേശം അവർ അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രക്ഷിതാക്കളെ ബന്ധപ്പെട്ട് കുട്ടികളിങ്ങനെ തിരിച്ചു വരികയാണ് എന്ന് അവരോട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു. പക്ഷേ ചിന്മയ സ്കൂളിൽ നിന്ന് മാത്രമാണ് 2 മണി വരെ സ്കൂളുകൾ പ്രവർത്തിക്കും എന്നുള്ള ഒരു അറിയിപ്പ് വന്നതായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേതായാലും ഒരു സംവിധാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഈ കാര്യത്തിൽ ശക്തമായ നടപടി കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങനെ ഒരു കാര്യം, അതായത് ഒരു സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നമ്മൾ പറയുന്നത്. നമ്മൾ അവരോട് ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല, കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട്, ക്ലാസ്സിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലും തുടരുകയാണ്. മലയോര മേഖലയിലൊക്കെ തന്നെ വലിയ പ്രയാസങ്ങളുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ അതിശക്തമായ മഴ എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. അപ്പോൾ മഴ കനക്കുമ്പോൾ ഇനി ഈ കുട്ടികൾ 2 മണിക്ക്, സാധാരണയായി 3 മണിക്ക് ശേഷമൊക്കെയാണ് ഈ വിദ്യാലയം വിടാറുള്ളത്. 2 മണിക്ക് സ്കൂൾ വിടുന്നതും ഒരു അസമയത്ത് തന്നെയാണ്. അപ്പോൾ വിദ്യാലയത്തിന്റെ അധികൃതർ പറയുന്ന ഒരു കാര്യമുണ്ട്, രക്ഷിതാക്കൾ വീട്ടിലില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ 2 മണിക്ക് സ്കൂൾ വിട്ടാൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.